കാസർഗോഡ് കുഡ്ലു സഹകരണ ബാങ്ക് കവർച്ചാ സംഘത്തെക്കുറിച്ച് പോലീസിന് നിർണായക തെളിവ് ലഭിച്ചതായി സൂചന. ഇതിനിടയിൽ കേസന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. അന്വേഷണം അന്യസംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. കുഡ്ലു സഹകരണ ബാങ്ക് കവർച്ചാ സംഭവം അന്വേഷിക്കാൻ കാസർഗോഡ് ഡിവൈഎസ്പി ടി.പി. രഞ്ജിത്തിന്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവ സ്ഥലത്തെത്തി ഇന്നും പരിശോധന നടത്തി. കാസർഗോഡ് ശൈലിയിലുള്ള മലയാളം സംസാരിക്കുന്നവരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് ജില്ലാ പോലീസ് മേധാവി എസ്. ശ്രീനിവാസ പറഞ്ഞു. ബാങ്കിന് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുറത്താൾക്കാർ ഒരു ലോക്കൽ ആളിന്റെ സഹായത്തോടെ ആൾ മാത്രമേ സംസാരിച്ചായിരിക്കാം, ബാക്കി ആൾക്കാരെല്ലാം പുറത്ത് ആൾക്കാരായിരിക്കാം, അങ്ങനെ ആവാം. ഇല്ലെങ്കിൽ മൊത്തം ടീം ലോക്കൽ ടീം ആയിരിക്കാം. ഉച്ചയ്ക്ക് 2 സ്ത്രീകൾ മാത്രമേ ഉള്ള സമയത്ത് ഒരു ഗാർഡ് പോലും ഇല്ലാതെ അവിടെ തന്നെ താക്കോല ഉണ്ടായിരുന്നു. ഏറ്റവും എളുപ്പത്തിൽ ഒരു പെട്ടിക്കട പോലെയാണ്, അങ്ങനെ പറയാൻ പാടില്ലായിരിക്കും. പക്ഷെ എങ്കിലും അത്ര ഒരു സ്ഥിതിയിലാണ് ഒരു ബാങ്ക് പ്രവർത്തിക്കുകയായിരുന്നു. 5.25 കോടി രൂപ വിലമതിക്കുന്ന 20 കിലോ സ്വർണവും 13 ലക്ഷം രൂപയുമാണ് കവർന്നതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രാദേശിക സഹായത്തോടെയുള്ള ആസൂത്രിത കവർച്ച തന്നെയാകാമെന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ. കവർച്ചാ സംഘം ബൈക്കുകളിലെത്തിയ സാഹചര്യത്തിൽ ജില്ലയിൽ ഇരുചക്ര വാഹന പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്. റിപ്പോർട്ടർ കാസർഗോഡ്. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം സോണിയാഗാന്ധി മാധ്യമപ്രവർത്തകരെ കാണുകയാണ്.